നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പം ഒരു സാരിയിലാണ് കട്ട് ചെയ്യുന്നത്. ഇതൊരു സാരി, ഇത് ലൈനിങ്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ലൈനിങ് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ലൈനിങ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതാണ്. രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഇങ്ങനെ ഒന്ന് മടക്കാം. പതിനൊന്നര ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ വേണ്ടത് 6.5 ഇഞ്ച്. 6.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും 6.5 ഇഞ്ച്. ചെസ്റ്റ് വരുന്നത് 9.5 ഇഞ്ച്, അതായത് 38 ഇഞ്ചിൻ്റെ 4/1. 9.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽത്തും വിട്ട് കൊടുക്കാം. 2 ഇഞ്ചുണ്ട്. ഇനി ഈ കോർണറിൽ ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളൊന്ന് വരച്ചു കൊടുക്കാം. ½ ഇഞ്ച് താഴ്ത്തി ഫ്രണ്ട് ആം ഹോളും വരച്ചു കൊടുക്കാം. ഇവിടെ ലെങ്ത് വരുന്നത് 16 ഇഞ്ച്. അപ്പോൾ ഇത് 16 ഇഞ്ച് കറക്റ്റ് ഉണ്ട്. വേസ്റ്റ് വരുന്നത് 7.5 ഇഞ്ച്, അതായത് 30 ഇഞ്ചിൻ്റെ 4/1. 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലോട്ട് മാറ്റി ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കാം. ഫ്രണ്ട് പോർഷന് ആം ഹോൾ ഒന്ന് ½ ഇഞ്ച് താഴ്ത്തി കുഴിച്ച് വെട്ടി കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ക്യാൻവാസ് പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. ക്യാൻവാസ് പേപ്പറിൻ്റെ വീതി 9 ഇഞ്ചുണ്ട് വീതി. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.25 ഇഞ്ച്. 3.25 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച്. 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും നമുക്ക് 3.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് 1 ഇഞ്ചൊന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ബാക്ക് വി നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വി നെക്ക് ചെയ്യാൻ വേണ്ടി 7 ഇഞ്ചാണ് ബാക്കിൽ മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3.25 ഇഞ്ച്. ഈ ഷേപ്പ് വരച്ചു കൊടുക്കും. 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കർട്ട് പോർഷൻ കട്ട് ചെയ്യാം. സ്കർട്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ 20 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഒരു പീസ് കൂടെ കട്ട് ചെയ്യാം. ഫ്രണ്ടിലും ബാക്കിലും വരുന്നു. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം. ഇതുപോലെ നേരെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം, മാറിപ്പോകാതിരിക്കാനായിട്ട്. കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത പീസും കട്ട് ചെയ്തെടുക്കാം. 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം ഭാഗം കട്ട് ചെയ്യാം. ബോട്ടം ഭാഗം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തത് 20 ഇഞ്ചിലാണ്. അപ്പോൾ 1 ഇഞ്ച് കൂടെ കൂട്ടി 21 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ചെറിയ ഞൊറി വിട്ട് കൊടുക്കേണ്ടതാണ്. ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ആദ്യം ഇതുപോലെ 2ആയിട്ട് മടക്കുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കി കൊടുക്കുക. 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് ലെവലാക്കാം. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 21 ഇഞ്ചിൽ ആദ്യം മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ മടക്കി തയ്ക്കാൻ. ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് 16 ഇഞ്ച്. ആ 16 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ എടുത്തത് 6.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടെ കൂട്ടി 9.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇവിടുന്ന് 2 ഇഞ്ച് അകത്തോട്ട് മാറ്റി മാർക്ക് ചെയ്ത് ഇത് നമ്മുടെ മാർജിൻ. ഇവിടെ നമുക്ക് വേണ്ടത് 5 ഇഞ്ച്. 5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയും 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഫിന് വേണ്ടി മാർക്ക് ചെയ്യാം. പഫിന് വേണ്ടി ഇവിടെ 5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് എടുക്കാം. ഹാഫ് എടുത്തിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്തതുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് 1 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ വരെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. ഫ്രില്ല് ഞാൻ വെക്കുന്നത് 9 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കാം. നാല് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട പീസുകളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഈ ഒരു പീസ് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ലൈനിങ്ങിൻ്റെ പുറത്ത് ഇതുപോലെ നേരെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ ലൈനിങ് നല്ല പീസുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പോർഷന്, ഇത് ബാക്ക് പോർഷൻ. പിന്നെ നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഇങ്ങനെ സെൻറ്ററിലൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീസിനും ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നേരെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്
ഇങ്ങനെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ എൻഡിലൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് തിരിച്ചിടാം. അതുപോലെ തന്നെ ബാക്ക് പോർഷനും ഇതേ രീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഇനി ഇതൊരു 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കോർണറിലെല്ലാം ഒരു കട്ടിട്ട് കൊടുക്കാം. സ്റ്റിച്ചിൽ പെടാതെ വേണം കട്ട് ചെയ്യാൻ. അതിനുശേഷം ഇത് ഇങ്ങനെ അകത്തോട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക് നെക്കും ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് അകത്തോട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് പോർഷനും ഇങ്ങോട്ട് മടക്കണം. അതേ രീതിയിൽ തന്നെ ഈ ബാക്ക് പോർഷനും ഇതേ രീതിയിൽ മടക്കിയിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും അതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. പഫ് സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ മുതൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അടുത്ത സ്ലീവും ചെയ്യാം. സ്ലീവ് പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിങ്ങനെ നേരെ ഇട്ടിട്ട് നടുക്കൂന്ന് ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ട് ആദ്യം ഇവിടുന്ന് ഇങ്ങനെ ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് ഈ എൻഡ് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിവശം ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. രണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ്, ബോട്ടം ഭാഗത്തിൻ്റെ ലൈനിങ് ഇങ്ങനെ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട്. വലിയ കാണിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് പ്ലീറ്റ് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ചെറിയ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ലൈനിങ്ങും നല്ല തുണിയും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് യോക്ക് ഭാഗമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. രണ്ടും ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോട്ടം ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി ഈ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്ത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് മുതൽ താഴെ വരെ. അതുപോലെ ഒരു ബാക്കിലൊരു കെട്ട് വെക്കാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അകത്തോട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും. അതിനുശേഷം താഴെ നമ്മൾ ഫ്രില്ല് വെക്കുന്നുണ്ട്. ആ ഫ്രില്ല് ഇങ്ങനെ 4 പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും പീക്കോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് ചെറിയ പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മുകളിൽ വരുന്ന വിധത്തിൽ ഇതേ രീതിയിൽ വെച്ചിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. താഴെ ഫ്രില്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.